ലോകത്തിലെ ഏറ്റവും വലിയ ലൈഫ് ഹാക്ക് എന്ന് പറയുന്നത് പൈസ ഉള്ളവന്റെ വീട്ടിൽ ജനിക്കുക എന്നുള്ളതാണ്. അങ്ങനെയല്ല സംഭവിക്കുന്നതെങ്കിൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ലൈഫിന്റെ പകുതി മുക്കാലുണ്ടല്ലോ നെട്ടോട്ടമായിരിക്കും. 90s ശേഷം ജനിച്ചിട്ടുള്ള ഒരുവിധം എല്ലാ ചക്കന്മാർക്കും റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കിഡിലം എക്സ്പീരിയൻസ് ആണ് വാഴ 2 എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാല് വാഴ 1 അടിപൊളിയാണ് വാഴ 2. വാഴ 1 കാണാത്ത ആൾക്കാർക്കും വാഴ 2 കാണാം. വാഴ 1 ഇഷ്ടപ്പെടാത്തവർക്ക് പോലും വാഴ 2 ഇഷ്ടപ്പെടാനുള്ള വക ഈ സിനിമയിലുണ്ട്. കാരണം ഇത് ഈ സിനിമയുടെ എന്താണ് ടാഗ് ലൈൻ പോലെ തന്നെ ഒരുപാട് ചെക്കന്മാരുടെ ലൈഫാണ് ഈ സിനിമയിൽ കാണിച്ചു വെച്ചിട്ടുള്ളത്. ഇനി എന്നോട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു ഒറ്റ സീൻ പോലും ഈ പടത്തിലില്ല. അത്രയ്ക്കും അടിപൊളിയായിരുന്നു. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കിയതില്ലേ കറക്റ്റ് ആൾക്കാരാണ്. ഹാഷിറാൻ ടീം എടുത്താലും അമീൻ ആൻ ടീം എടുത്താലും ഇനി അവരെ കൂടാതെ ഈ സിനിമയിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ കയറി വന്നിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ തല കാണിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. അവരൊന്നും അങ്ങനെ വെറുതെ ഭാഗ്യം കൊണ്ടോ അല്ലെ ബൈ ചാൻസിന് അങ്ങനെ വൈറലായ ആൾക്കാരല്ല. അവർക്കെല്ലാം നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ അവരുടെ പൊട്ടൻഷ്യലിനെ ഈ സിനിമയ്ക്ക് നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നും പറയാം. എനിവേ അവർക്കെല്ലാവർക്കും നല്ല കഴിവുണ്ട്. അത് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഈ ഫോണിന്റെ സ്ക്രീനിൽ കണ്ടിട്ട് ചിരിക്കുന്നില്ലേ, ഈ ഫോണിന്റെ സ്ക്രീനിൽ നിന്ന് ഇവർ വലിയ തിയേറ്റർ സ്ക്രീനിലേക്ക് വരുന്ന സമയത്തുണ്ടല്ലോ അവർക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ മാത്രമേ പിടിച്ചിരിക്കാൻ വേണ്ടി പറ്റൂ. മനസ്സിലായി? 30 സെക്കൻഡ് കൊണ്ട് കാണിക്കുന്ന ഇത് മാത്രമല്ലല്ലോ, ഒരു 2.25 മണിക്കൂർ ഈ ഓഡിയൻസിനെ പിടിച്ചു നിർത്തണമെങ്കിലല്ലേ അവർക്ക് നല്ല കഴിവുണ്ടായിരിക്കണം, അല്ലാതെ പറ്റില്ല. ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഹാഷിർ ആണെങ്കിലും അജിനാണെങ്കിലും നമ്മുടെ വിനായക് ആണെങ്കിലും അതുപോലെ തന്നെ അലനാണെങ്കിലും നല്ല പെർഫോമൻസ് ആയിരുന്നു. എല്ലാ ആൾക്കാരുടെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പെർഫോമൻസ്, അവരുടെ കോമ്പിനേഷൻ സീനുകളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രിപ്റ്റ് ഉള്ള മൂവിയാണ്. ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് വൈറലായ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് എല്ലാവരെയും ചേർത്തൊരു സിനിമയാക്കാം. പണ്ട് അങ്ങനത്തെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. അതായത് ഈ മിമിക്രിക്കാരെല്ലാം വെച്ചിട്ട് ഒരു സിനിമ ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് അങ്ങനെയല്ല. നല്ല സ്ക്രിപ്റ്റ് വർക്ക് ഉണ്ട്, നല്ല ഡയറക്ഷൻ ഉണ്ട്, അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ, ഒരു സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ ഈ സിനിമ ഒരുവിധം എന്താണ് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കെല്ലാം റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളൊന്നും എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു സീൻ പോലും ഇല്ല, ഒരു സിറ്റുവേഷൻ പോലും ഈ സിനിമയിലില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഇപ്പൊ വരുന്ന എന്റർടൈൻമെന്റ് മൂവീസിന്റെ എല്ലാം പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാല് നമ്മൾ ആ സിനിമയെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് നമുക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു മൊമെന്റ് പോലും ചിലപ്പോൾ ആ സിനിമയിൽ ഉണ്ടാവില്ല. പക്ഷെ വാഴ 2 വരുന്ന സമയത്തുണ്ടല്ലോ ഒരുപാട് നല്ല മൊമെന്റ് ഉള്ള സിനിമയാണ് വാഴ 2 എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇതിലെ സ്കൂൾ ലൈഫ് എന്ന് പറയുന്നതിലെ നമ്മൾ തിരിച്ച് സ്കൂളിലേക്ക് പോയ ഒരു ഫീലാണ്. നല്ല റിലേറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഈ സിനിമയിലുണ്ട്. അസംബ്ലി സീന്, സ്കൂളിലെ അടി സീന്, ടീച്ചേഴ്സുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഉപദേശങ്ങൾ, ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത സാധനങ്ങൾ തന്നെയാണ്. പിന്നെ എനിക്ക് സിനിമയുടെ ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നി ഇതിനി ഒരു ഉപദേശം ലെവലിലെ സിനിമ പോകുമോ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് അൽഫോൺസ് പുത്രന്റെ റോള് കയറി വരുന്നത്. ശരിക്കും അൽഫോൺസ് പുത്രന്റെ റോൾ ഉണ്ടല്ലോ, ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയി കഴിഞ്ഞാലില്ലേ അത് പാളിപ്പോയനെ. പക്ഷെ ചങ്ങായി നല്ല രീതിയിൽ ഡെലിവറി ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആണ്. ശരിക്കും അയാളുടെ ആ ഒരു ഉപദേശം സാധനം ഉണ്ടല്ലോ അത് പെർഫെക്റ്റ് ആയിരുന്നു. ഈ ജനറേഷന് ആവശ്യമുള്ള സാധനം ആ ക്യാരക്ടർ ഡെലിവറി ചെയ്തിട്ടുണ്ട്. അതൊരു കിടിലം സീനായിരുന്നു കേട്ടോ. അതായത് നമുക്ക് ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഡൗട്ട് അടിക്കുമെങ്കിൽ പോലും ഉണ്ടല്ലോ അത് അത്യാവശ്യം വേണ്ട സാധനം തന്നെയായിരുന്നു. പിന്നെ സ്കൂളിൽ തന്നെ വിജയ് ബാബുവിന്റെ ക്യാരക്ടർ, അത് അങ്ങനെയുള്ള ഒരുപാട് അധ്യാപകരെ ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും അങ്ങനെയുള്ള ഒരുപാട് ചൊറിയന്മാർ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അജു വർഗീസിന്റെ റോള് ഞാൻ ആദ്യം വിചാരിച്ച അജു വർഗീസ് ചൊറിയുന്നായിരുന്നു. കാരണം ഇതിന് മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയില് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ സിനിമ എല്ലാം തോന്നുന്നു അജു വർഗീസിന്റെ റോൾ ഏകദേശം അങ്ങനെ തന്നെയാണ്. പക്ഷെ അയാളത് മാറ്റി പിടിച്ചിട്ട് നന്നായിരുന്നു. ടീച്ചേഴ്സ് എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ആ സ്കൂൾ എന്ന് പറയണ്ടല്ലോ, ഞാൻ സ്കൂളിൽ എന്റെ ഒരു സ്കൂൾ ലൈഫ് എല്ലാം പോലെ നമുക്ക് തോന്നും. കാരണം ഈ ടേബിളിൽ മുട്ടിയിട്ടുള്ള പാട്ടും സ്കൂളിലത്തെ അടി സീനും ആക്ഷൻ സീനൊക്കെ അത്യാവശ്യം നല്ല അടിപൊളിയായിരുന്നു. ആക്ഷൻ സീൻസ് എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. വാഴ 1 കമ്പയർ ചെയ്യുന്ന സമയത്ത് വാഴ 2 ആക്ഷൻ സീക്വൻസ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ ഒരുപാട് തമാശകൾ ഈ സിനിമയിലുണ്ട്. കാരണം ഹാഷിറിന്റെ ചില സാധനങ്ങളുണ്ട്, അതായത് ഈ എക്സ്പ്രഷൻ, മീമിന് പറ്റുന്ന ചില എക്സ്പ്രഷൻ ചങ്ങായി കറക്റ്റ് ആയിട്ട് ഇട്ട് തരും. ഇത് നമുക്ക് പിന്നീട് ആലോചിക്കുന്ന സമയത്ത് ബെറ്റർ ആക്കാമായിരുന്നു എന്ന് നമുക്ക് തോന്നുന്നു ഒന്നും ഉണ്ടാവില്ല. ഹാഷിർ എന്താണ് ചെയ്തത് അത് പെർഫെക്റ്റ് ആയിരുന്നു, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ അലനും ഹാഷിറും ഒരുമിച്ച് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അത് അവരുടെ ഷോർട്സിലും കാണാൻ വേണ്ടി പറ്റും, അതുപോലെ തന്നെ ഈ സിനിമയിലും കാണാൻ വേണ്ടി പറ്റും. ആ 4 ആൾക്കാരുടെയും കോമ്പിനേഷൻ സീനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. മറ്റൊന്ന് ഈ സിനിമയിലും ഈ ബിജുക്കുട്ടനും വിനായകും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സാധനങ്ങളൊക്കെ ഇല്ല, നല്ല രീതിയിൽ വർക്ക് ആയിട്ടുണ്ട്. അതായത് അവരെ കാണാനും ലുക്ക് വൈസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള കാസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഹാഷിറിന്റെ ഫാമിലിയിൽ ഒരു കഥാപാത്രം ഉണ്ട്, അതായത് നമ്മുടെ മിമിക്രിയിലെല്ലാം
സെൽവരാജ് എന്ന് മറ്റും തോന്നുന്നു ആ ഒരു ആർട്ടിസ്റ്റിന്റെ പേര്. അയാളൊരു റിലേറ്റീവ് ആയിട്ട് കയറി വരുന്നുണ്ട്. അവരുടെ ഒരു ഫേസ് കട്ടും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇല്ലേ പെർഫെക്റ്റ് ആയിട്ടുള്ള കാസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ സിറ്റുവേഷൻസ് നോക്കിക്കഴിഞ്ഞാലും വാഴ വണ്ണില് ഈ പാരന്റ്സ് കുട്ടികളും തമ്മിലുള്ള ഇന്ററാക്ഷനും കാര്യങ്ങളൊക്കെ ഒരു കുറച്ച് ഓവറായി പോയില്ലേ എന്ന് എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട്. പക്ഷെ വാഴ ടൂലില്ലേ പെർഫെക്റ്റ് ആയിരുന്നു. അധികം ഡയലോഗ്സ് ഇല്ലാതെ വളരെ മിനിമൽ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടും സിറ്റുവേഷൻസും കൊണ്ടും അവർക്ക് ആ ഒരു ഐഡിയ കൺവേ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി വേറൊന്ന്, ഈ സിനിമയിൽ ഈ ജനറേഷൻസ് മാറുമ്പോഴത്തേക്ക് റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഈ ബിജുക്കുട്ടനും അയാളുടെ ചേട്ടനും തമ്മിൽ ഉണ്ടാകുന്ന പ്രശ്നം. ബിജുക്കുട്ടന്റെ ചേട്ടനായിട്ട് കണ്ണൻ സാഗറാണ് അഭിനയിച്ചിട്ടുള്ളത്. ആ ഒരു പ്രശ്നം ഈ ജനറേഷൻസ് മാറുന്ന സമയത്ത് ഈ റിലേഷൻഷിപ്പിൽ, അതായത് ആവശ്യമില്ലാതെ നമ്മൾ ഈ വാശി പിടിച്ച് നിൽക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഈ ജനറേഷൻ മാറുന്ന രീതിക്ക് പുതിയ ജനറേഷനിലേക്ക് വരുന്ന സമയത്ത് പുതിയ ആൾക്കാരെ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് കാണാനും അത് പരിഹരിക്കാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ഈ സിനിമയിൽ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അത് നല്ല പോസിറ്റീവായിട്ട് ഉള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ 2.25 മണിക്കൂർ ഫുൾ എന്റർടൈൻമെന്റ്, അതായത് തമാശയുണ്ട്, ഫുൾ ദുരന്തത്തിൽ കൂടിയാണ് ഈ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ തമാശക്കൊന്നുമില്ല, ഒരു ഒറ്റ കുറവില്ല കേട്ടോ. പിന്നെ എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആയി തോന്നിയ വേറൊരു കാര്യം എന്ന് വെച്ചാല്, അതായത് ഒരു ലൈഫിലെ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് നമ്മുടെ കൂടെ പഠിച്ച എല്ലാ ആൾക്കാരും വേറൊരു സ്ഥലത്തും നമ്മൾ മാത്രം നാട്ടിലായി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പൊ എന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് എന്റെ കൂടെ 10ാം ക്ലാസ് വരെ പഠിച്ച ഒരൊറ്റ മനുഷ്യൻ പോലും ഇന്ത്യയിലില്ല. അപ്പോ നമുക്ക് കുറെ കാര്യങ്ങൾ അങ്ങനെ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഒരു ഘട്ടം വരെ നമ്മുടെ കൂടെ ഒരുമിച്ചുണ്ടാകുകയും അതിനുശേഷം പുറത്ത് പല വഴിക്കായി പോകുമ്പോഴത്തേക്ക് നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോൾ ഒരു അവസ്ഥയുണ്ട്. അത് അത്ര സുഖമുള്ള ഒരു ഏർപ്പാടൊന്നുമല്ല. അങ്ങനെയുള്ള ഒരുപാട് സിറ്റുവേഷൻ ഈ സിനിമയിലുണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, എനിക്ക് മാത്രമല്ല ഈ സിനിമ കാണുന്ന ഒരുവിധം സാധാരണക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് സിറ്റുവേഷൻസ് സിനിമയിലുണ്ട്. പിന്നെ ഞാൻ സിനിമ കണ്ടുപിടിക്കുന്ന സമയത്തില്ലേ, ഒരു ചങ്ങായി തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ സീറ്റിൽ നിന്ന് ഇങ്ങനെ അടിച്ചിട്ട് ഒന്ന് ഡോറിന്റെ അവിടെ പോയിട്ട് ഇങ്ങനെ നെഞ്ചെല്ലൊന്ന് തടവിട്ട് തിരിച്ച് സീറ്റിൽ വന്നിരിക്കുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു സിനിമയ്ക്ക് പുറത്തെ. അയാൾക്ക് എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ടാകും. ഈ സിനിമ കൊള്ളും. അതായത് തമാശ കാണുമ്പോൾ നമ്മൾ ചിരിക്കും, സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്ക് നമ്മൾ എൻജോയ് ചെയ്യും. അതിലെല്ലാം ഉപരി ഈ സിനിമ നമുക്ക് എവിടെല്ലോ നല്ല രീതിയിൽ കൊള്ളും. പിന്നെ ഈ പടത്തിലെ റൊമാൻറ്റിക് സാധനങ്ങളൊക്കെ നല്ല രീതിയിലായിരുന്നു. ഹാഷിറിന്റെ ചില മാസ്റ്റർ പീസ് സാധനങ്ങളൊക്കെ ഈ പടത്തിലുണ്ട്. അതെല്ലാം കണ്ട് എൻജോയ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് നല്ല സിറ്റുവേഷൻസ് ഉണ്ട്, നല്ല മ്യൂസിക് ആണ്, നല്ല സിനിമാറ്റോഗ്രഫി ആണ്, വെൽ സ്ക്രിപ്റ്റഡ് ആണ് പടം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരുപാട് വൈറലായിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് ഒരു പടം എടുക്കാവുന്നതിലുപരി കൃത്യമായിട്ട് സ്ക്രിപ്റ്റ് ഉള്ള നല്ല ഡയറക്ഷൻ ഉള്ള കിഡിലുമായിട്ടുള്ള പടമാണ് വാഴ 2. എനിക്ക് തോന്നുന്നു വാഴ 1 ഫാർ ബെറ്റർ ആയിട്ടുള്ള ഒരു പടമാണ് വാഴ 2. പിന്നെ വാഴ 2ന്റെ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് ചില ക്യാമിയോസും കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട്. അവരെയും നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സോ 2.25 മണിക്കൂർ ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈൻമെന്റിൽ കാണാൻ വേണ്ടി പറ്റിയ ഒരു കിഡിലം വെൽ മെയ്ഡ് ആയിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ് മൂവിയാണ് വാഴ 2. അളഗൊമ്മാലെ ഇവര് തൂക്കി.